പ്രിയമുള്ളവരെ, തേനീച്ച കർഷകർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയാണ് ക്ഷാമകാലം. അവിടെ തേനീച്ചകൾക്ക് ഈ പൂമ്പൊടികളില്ല. അപ്പം തേനീച്ചകളെ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. വളർച്ച അത് ഡിമ്മായിപ്പോവും. അപ്പോൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ കൃത്രിമ പൂമ്പൊടി ഉണ്ടാക്കുന്നതാണ്. പൂമ്പൊടി ഉണ്ടാക്കുന്ന 100 ഗ്രാം പൂമ്പൊടി ഉണ്ടാക്കുന്ന വിധമാണ് പറയുന്നത്. അതിനു വേണ്ടി 40 ഗ്രാം പഞ്ചസാര, അത് പൊടിച്ചതായിരിക്കണം. 25 ഗ്രാം സോയാബീൻ പൗഡർ, 15 ഗ്രാം മിൽക്ക് പൗഡർ, പാൽപ്പൊടി, അല്ലെങ്കിൽ ഇച്ചിരി നല്ലത് സ്കിംഡ് മിൽക്കായാലും മതി. 10 ഗ്രാം തേൻ, 10 ഗ്രാം മെഡിസിനൽ ഈസ്റ്റ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഈ പഞ്ചസാര നമുക്ക് ഒരു മിക്സിയിൽ 10 മില്ലി വെള്ളം ചേർത്ത് പൊടിക്കാവുന്നതാണ്. ആദ്യം സോയാബീൻ പൗഡറും പാൽപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് ഇളക്കുക, നന്നായി ഇളക്കിയ ശേഷം അതിൻ്റെ അകത്ത് തേൻ ചേർത്ത് മിക്സ് ചെയ്യുക. തേന് 10 ഗ്രാമാണ്. അതിനുശേഷം ഈസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പിന്നീട് ഉരുളകളായി എടുത്ത് പരത്തി 2 ഫ്രെയിമിൻ്റെ ഇടയ്ക്ക് അതിന് മുകളിലായിട്ടൊരു വാക്സ് പേപ്പറും വെച്ച് വെള്ളം വലിഞ്ഞു വാരിയാൻ വേണ്ടിയാണ്. ഇങ്ങനെ തേനീച്ച കൂടുതൽ മുകളിൽ വയ്ക്കാവുന്നതാണ്. അതുകൊണ്ട് നല്ലപോലെ ഇളക്കണം. അതുപോലെ എന്നിട്ട് അതിന് ശേഷം നമ്മളിങ്ങനെ ഉരുളകളായിട്ടാണ് വെക്കുന്നത്. ഉരുളകളായിട്ട് എടുത്തിട്ട് ഇതിനെ നമുക്കൊരു തേൻ വെള്ളത്തിൽ മുക്കുന്നത് നല്ലതാണ്. തേൻ്റെ അകത്ത് തേൻ മുക്കി കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അല്പം നാച്ചുറലായിട്ടുള്ള പൂമ്പൊടി നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടും. അതുകൂടെ ചേർത്ത് വെക്കുകയാണെങ്കിൽ അല്പം മതി, പകുതി. ഈ സോയാബീൻ പൗഡറിൻ്റെ പകുതി ഭാഗം അത്രയും ഈ സ്വാഭാവിക പൂമ്പൊടിയോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ എല്ലാ പോഷകങ്ങളും തേനീച്ചകൾക്ക് കിട്ടും. അപ്പം അങ്ങനെ കൂടിൻ്റെ മുകളിൽ നമ്മൾ പരത്തി വെക്കുന്നു. കണ്ടോ, പരത്തി അങ്ങോട്ട് വെച്ചിട്ട് അതിന് മുകളിലൊരു വാക്സ് പേപ്പറൂടെ വെക്കുന്നു. തേനീച്ചകൾ അതിൻ്റെ അടിയിൽ നിന്ന് വന്നിട്ട് വളരെ ഇഷ്ടത്തോടെ കഴിക്കും. നമ്മൾ ഉപദ്രവിക്കുകയൊന്നുമില്ല. ഇതൊരു ഇറ്റാലിയൻ തേനീച്ചക്കൂടാണ് കേട്ടോ. ഇറ്റാലിയൻ തേനീച്ചകൾക്ക് പ്രത്യേകം ഈ കൃത്രിമ ആഹാരം കൊടുക്കണം. അതുപോലെ നമ്മുടെ ഫീഡിങ് കൊടുക്കുമല്ലോ, പഞ്ചസാര ലായനി, അതിനോടൊപ്പം തന്നെ ഇത് കൃത്രിമ ആഹാരം കൊടുത്തിരിക്കണം. എങ്കിലേ അത് നന്നായിട്ട് വളരുകയുള്ളൂ. നാടൻ ഈച്ചയ്ക്കും ഇതുകൂടെ കൊടുക്കാം, കൃത്രിമ ആഹാരം കൊടുക്കാം. പലരും ചോദിക്കാറുണ്ട്. അത് കൊടുക്കാം, വളരെ നല്ലതാണ്. ഈച്ചകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് ഈ പൂമ്പൊടി അഭാവം കൊണ്ടുമാണ് പലപ്പോഴും തേനീച്ചകൾ ഡൗണായി പോകുന്നതും അതുപോലെ തന്നെ അടകളൊക്കെ ശോഷിച്ച് കരിഞ്ഞിരിക്കുന്നതൊക്കെ. അപ്പം പുതിയ അടകളുണ്ടാക്കും. കണ്ടോ, ഇതിന് മുകളിലായിട്ട് ഒരു ചാക്കോട് വെക്കുന്നുണ്ട്. അത് ഇറ്റാലിയൻ തേനീച്ചയ്ക്കാണ് ഇങ്ങനെ ചാക്ക് വെക്കുന്നത്. ഈച്ചകൾ മുകളിലോട്ട് കയറിയിരിക്കാതിരിക്കാൻ വേണ്ടി ആ ഫ്രെയിമിൽ തന്നെ ഇരുന്നോളും. ആഴ്ചയിൽ ഇങ്ങനെ 10 ഗ്രാം വെച്ച് 10 പെട്ടിയിൽ വയ്ക്കാനുള്ള ഇതുണ്ട്. ഇത്ര 200 ഗ്രാം എന്നുള്ളത് 10 പെട്ടിയിൽ അരച്ച് ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. തേനീച്ചകൾക്ക് നല്ല വളർച്ചയുണ്ടാകും. കണ്ടോ, 2 കമ്പോട് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇടയ്ക്ക്. എന്നിട്ട് ചാക്കിട്ട് മൂടുന്നുണ്ടോ. അപ്പോൾ അത് മൂടിപ്പോകത്തില്ല, തേനീച്ചകൾ തിന്നോളും. പിന്നെ നമ്മൾ പെട്ടിയും കൂടെ അടയ്ക്കുന്നു.